ചെയ്ത കോമഡി റോൾസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതായിരുന്നു? ഈ അടുത്ത കാലത്തിൽ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, അത് കുറച്ച് ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറായിരുന്നു. ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് എനിക്കിഷ്ടമുള്ളൊരു ക്യാരക്ടർ. പിന്നെ ഇപ്പോഴും എന്നെ ആൾക്കാർ പെട്ടെന്ന് ഓർത്തു പറയുന്നത് ഗുലുമാലിലെ ക്യാരക്ടർ. ഭയങ്കര ഡീസൻ്റ് ആയിട്ട് എയർ ഹോസ്റ്റസ് ആയിട്ട് ഭയങ്കര ആഷ് പൂഷ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് മാറി തെറി വിളിക്കുകയാണ്. അത് എനിക്കിഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എണ്ണം കൂടിപ്പോയി. ഏറ്റവും ഇഷ്ടമെന്ന് പറയാനില്ല. So you played housemaid, friend, sister. Am I not covering something? ഇതിനകത്ത് എല്ലാ ഒരു സ്പിയറും, അതായത് ഒരു സ്ത്രീക്ക് പറ്റുന്ന മിക്ക റോൾസും യു ഹവ് പ്ലേഡ് അല്ലേ, ലൈക്ക് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ഇറ്റ്. ബട്ട് ഒരു മൂവിയിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ് ഓൾ ടുഗദർ. ശരിയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ പ്രായത്തിൽ അതെന്തിനാ സൈഡ് റോൾ ചെയ്തതോ ആദ്യം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറയട്ടെ, സിനിമയിൽ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് ഇപ്പം നമ്മുടെ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 100% ആൾക്കാർക്കും സിനിമ എന്ന് പറയുമ്പോൾ ഒയ്യോ സിനിമ അങ്ങനെ ഒരു മായാലോകമാണ് സിനിമ എന്നുള്ളത്. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സിനിമയെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറയുന്നവരെ പോലും സിനിമയിൽ വിളിച്ചാൽ അവർ ഒറ്റയടിക്ക് ഓടി വന്നിട്ട് ഞാൻ റെഡി ഇതെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുതിലേ പറഞ്ഞല്ലോ, സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു. സിനിമയിൽ എൻട്രി ആവുക എന്നുള്ളതൊക്കെ എനിക്ക് വലിയൊരു സ്വപ്നമായിരുന്നു. അത് ഇപ്പോൾ കിട്ടിയ ക്യാരക്ടർ ആദ്യം ഞാൻ ചെയ്തു എന്നാണ്. അതാണ് മെയിൻ റീസൺ. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നല്ലോ എന്നാണ്. പക്ഷെ വെയിറ്റ് ചെയ്താലും കിട്ടണമെന്നൊന്നുമില്ലല്ലോ, ഉറപ്പില്ലല്ലോ. എനിക്ക് ഇന്നത് തരാം എന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷെ എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്താൽ നിങ്ങളെ ഞാൻ നായികയാക്കാം എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ വരാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഇപ്പോഴും ഇതൊരു സ്വപ്നമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഡാൻസിലേക്ക് വരാം. another part of your life which you really love അല്ലേ? അതെ. എന്താണ് ഡാൻസ് പ്രൊഫഷണലി പഠിച്ചിട്ടുണ്ടോ? എത്ര ഷോസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ 3 വയസ്സ് മുതൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുള്ള, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരാളാണ്. ക്ലാസിക്കലാണ് ശരിക്കും ഞാൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഭരതനാട്യത്തിൻ്റെ, ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ പിന്നെ ഇപ്പോൾ അറിയാലോ ക്ലാസിക്കൽ ഡാൻസ് എല്ലാവർക്കും എപ്പോഴും അങ്ങനെ ദഹിച്ചോണമെന്നില്ല. അപ്പം ഞാൻ ഇപ്പോൾ എനിക്കൊരു ടീമുണ്ട് തേജോമയി എന്ന് പറഞ്ഞിട്ട്. അത് ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസാണ്. പിന്നീട് ബോളിവുഡ് ഡാൻസ് അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസ്, അതാണല്ലോ ഇപ്പം എല്ലാവർക്കും വേണ്ടത്. ഷോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലോകം മൊത്തം പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. US പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ഓസ്ട്രേലിയ പോയിരുന്നു. പിന്നെ UAE ഫുൾ പോകാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഡാൻസിൻ്റെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ടാണ്. ഒരു റോൾ ചെയ്താൽ പിന്നെ കുറച്ച് നാളത്തേക്ക് അതേപോലെ തന്നെ വരും, പിന്നെ ഒന്ന് മാറ്റി പിടിക്കുക അല്ലേ? ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ് ഇപ്പോൾ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ നിന്ന് അത് മാറി വേറെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഫിക്കൽട്ടാണത്? സിനിമയിൽ പൊതുവേ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ മാത്രം പറയുന്നതല്ല, എല്ലാവരിലും പറയുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു വേലക്കാരത്തിയായിട്ടാണ് ചെയ്തതെന്ന് വെച്ചു. ഇപ്പോൾ ഈ അടുത്ത കാലത്തിൽ വേലക്കാരത്തിയായിരുന്നു. പിന്നെ നത്തൂലിയിൽ ഞാൻ വേലക്കാരത്തിയായിരുന്നു. അങ്ങനെ ആ ഒരു സിനിമയിൽ വന്ന് അത് ഒരുവിധം ഒന്ന് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ചാർട്ട് ചെയ്യുമ്പോൾ വേലക്കാരത്തികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കൃഷ്ണപ്രഭ ഓക്കെ വിളിക്കൂ അങ്ങനെയാണെന്ന് തോന്നുന്നു. വേലക്കാരുടെ ലിസ്റ്റോ അല്ല, ചാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. ഓക്കെ ശരി ഓക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം എന്നോട് ഒരു അസോസിയേറ്റ് പറഞ്ഞതാണ്, അതാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ കാരണം ഇവർ ചാർട്ട് ചെയ്യുമ്പോൾ ഇന്ന ക്യാരക്ടർ ചെയ്ത ഇതിന് മുമ്പ് ഏതായിരുന്നു ഒരു ക്യാരക്ടർ ഇന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നോക്കുമ്പോൾ അങ്ങനെയാണ് ഇവർ ചാർട്ട് ചെയ്യുന്നതെന്നാണ്. പിന്നെ അത് മാറി വരിക എന്നുള്ളത് ഒന്ന് നമ്മുടെ ഭാഗ്യം ഒരു പ്രധാന ഘടകമാണ് സിനിമയിൽ. സിനിമയിൽ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മേക്ക് ഓവർ ആയിട്ട് ചെയ്തു നോക്കി. അത് ആരും വിശ്വസിച്ചില്ല അത് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളത്. പലരും പറഞ്ഞു അയ്യോ കൃഷ്ണനിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. കാരണം കുറച്ച് എക്സ്പോസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ഒരു വലിയ വിവാദം ആയില്ലെങ്കിലും ചെറിയൊരു വിവാദം ഉണ്ടാക്കിയിരുന്നു. ഇത് നിങ്ങളിതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, ഞാൻ ഇത് തന്നെ ചെയ്തോളാൻ വേണ്ടി. നിങ്ങളിത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ്.
കൊടുത്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഓക്കെ ശരി മോഡേൺ ഔട്ട്ലുക്സ് ഉണ്ട്, ഇങ്ങനെ സ്യൂട്ട് ആവുന്നുണ്ട് എന്ന് ചിലപ്പം തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെ മാറി വന്ന ഗെറ്റപ്പ് ചേഞ്ച് മാറി വന്നതായിരുന്നു ഹോട്ടൽ കാലിഫോർണിയയിൽ മോഡേൺ ഡ്രസ്സ് ഇതായിരുന്നു. വേലക്കാരത്തി എന്നൊക്കെ മറന്നുപോയി കേട്ടോ. ഇപ്പം എല്ലാവരും മോഡേൺ ഇതിൽ വിളിച്ചു തുടങ്ങി. മാത്തുക്കുട്ടിയിൽ മോഡേൺ ഇതായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമ ഷീ ടാക്സി, അതിൽ മൊത്തത്തിൽ ഗെറ്റപ്പ് ഒരുപാട് വ്യത്യാസമുള്ളതായിരുന്നു. അതിനോട് പോസ്റ്റ് കാണിച്ചിരുന്നു, എനിക്ക് മനസ്സിലായില്ല, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റിൽ എവിടെയാണ് ആർക്കും എന്നെ മനസ്സിലായിട്ടില്ല. അതിൽ ഒരു ബോയ്ക്കട്ടൊക്കെ ആയിട്ട് കൂടുതൽ സസ്പെൻസ് നമുക്ക് കളയണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ആ പോർട്ട്ഫോളിയോ ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് വേറൊരു മറ്റുള്ള കുറച്ച് ഗെറ്റപ്പുകൾ വന്നു തുടങ്ങിയത്, ക്യാരക്ടേഴ്സ് ആണെങ്കിലും വന്നു തുടങ്ങിയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ അത് തന്നെ ആവാം. നമ്മളും കുറേയൊക്കെ ട്രൈ ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ സിനിമയിൽ അല്ലെങ്കിൽ ചാർട്ട് ചെയ്യുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ കണ്ടോ ഇപ്പം എന്നെ അതിന് മാത്രം വിളിച്ചു, പിന്നെ ഇത് സ്ഥിരമായിട്ട് എന്നെ അതിനെ വിളിക്കുന്നുള്ളൂ, അങ്ങനെ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യാം. ഓക്കെ, സോ യു ആർ എ വെരി ബോൾഡ് പേഴ്സൺ. എനിക്ക് അതൊരു മനസ്സിലായി. കാര്യം ക്രിറ്റിസിസം എന്നൊക്കെ പറയുമ്പോൾ ചിരിച്ചൊക്കെയാണ് കളയണേ. സോ വാട്ട് എന്നൊക്കെ ബോൾഡായിട്ട് പല കാര്യങ്ങളും ഒരുപാട് ടോക്ക് ഷോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇപ്പൊ എല്ലാരും സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാം, ചുംബന സമരം. ചുംബന സമരം, അതിനു വേണ്ടിയിട്ട് ഒരു സമരം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചുംബന സമരത്തിന് ഞാൻ എതിരാണ്. കാരണം അതിനു വേണ്ടിയിട്ട് നമ്മൾ സമരം ചെയ്യുക, അതെനിക്കൊരു ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സമരം ചെയ്യാനാണെങ്കിൽ അതിലും വലിയ കുറേ പ്രശ്നങ്ങളുണ്ട്. മിക്കവർക്കും അറിയാം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമ പോലെ തന്നെ എൻ്റെ വേറൊരു ഭയങ്കര ക്രൈസ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ SUV മോഡൽ വണ്ടികളാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. സ്കോർപിയോ ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്നോവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വലിയ വണ്ടികൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സമരം ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചിയിലേക്കൊന്നും ഇറങ്ങാനേ മേല. അതിപ്പോ മെട്രോയുടെ പണിയുള്ളതുകൊണ്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പൊ മെട്രോയുടെ പണി നടക്കാത്ത പല റോഡുകളിൽ പോവുകയാണെങ്കിലും കിണർ പോലത്തെ കുഴിയിലേക്ക് ആണ് നമ്മളെല്ലാം ചാടിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ. നമ്മുടെ വണ്ടിക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ, അതിനൊന്നും വേണ്ടി ഇവിടെ ആരും സമരം ചെയ്യുന്നില്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ചുംബന സമരം ഉമ്മ വയ്ക്കാൻ വേണ്ടി സമരം ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരായിരിക്കും ആദ്യം ഉണ്ടാവുക. അത് നമ്മളിപ്പോൾ സ്ത്രീകളുടെ കാര്യം മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ US നമ്മൾ ഷോയ്ക്ക് പോവാമെങ്കിൽ എവരി ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു റെസ്റ്റ് ഏരിയ ഉണ്ടാവാറുണ്ട്, ഒന്ന് ബാത്റൂമിൽ പോകാനോ ഒക്കെ. കാരണം പെൺകുട്ടികൾ ഒന്ന് എല്ലാ ഹോട്ടൽസിലും ഇപ്പോൾ കയറി നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ചിലപ്പോൾ നീറ്റ് ആയിരിക്കണം എന്നില്ല. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതൊന്നും ഇവിടെ ആരും പറയുന്നതേ ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുന്നവർക്കും വേണമാണല്ലോ ഈ ബാത്റൂമും റോഡും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ല യാത്ര ചെയ്യുന്നില്ല ഇവര്, അതിന് വേണ്ടിയിട്ടൊന്നും ഇവരൊന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഉമ്മ വയ്ക്കുക എന്നുള്ളത് ഞാനും അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുടെയും തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളാണ്. അത് നന്നായി ഉമ്മ വയ്ക്കുക എന്നുള്ളത് നമ്മൾ ഉണ്ടല്ലോ. മോറൽ പോലീസിംഗ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ എടുത്തിട്ടാണല്ലോ ഇവരത് മൊത്തം. അല്ല, അത് അവർ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ ഒരാണും പെണ്ണും കൂടെ കൈപിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സദാചാര പോലീസുകാർ അവരെ എന്തിനെ എതിർത്തു, എന്തിനെ കൈപിടിച്ച് പോകുന്നു, അതൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. ശരിയായിരിക്കാം. അതിന് വേണ്ടിയിട്ട് കുറേ സദാചാര, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ പോർട്ട്ഫോളിയോ കണ്ടപ്പോൾ ആൾക്കാർ കുറേ സദാചാര പോലീസുകാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എന്തിനാണ് ഇങ്ങനെ നടന്നത്? ആൾക്കാരുടെ പ്രതികരണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാനെന്നെ എക്സ്പോസ് ചെയ്തതിന് റോഡിൽ കൂടെ MG റോഡിൽ കൂടെ ആണോ ഞാൻ നടന്നതെന്ന്. അങ്ങനെ പക്ഷേ നമുക്ക് തോന്നിപ്പോവും. നമ്മൾ സ്റ്റുഡിയോയിൽ ആണ്, നമുക്ക് ഫോട്ടോസ് നമ്മൾ എടുത്തു, നമ്മളൊരു വർക്കിന്റെ ആവശ്യത്തിന് നമ്മൾ ഫോട്ടോസ് എടുത്തു, അതൊക്കെ എൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഇപ്പോൾ സദാചാരക്കാർ കയറി അതങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ പറയുന്നത് അതൊക്കെ അനാവശ്യമാണ് കേട്ടോ. അതൊക്കെ കാരണം ഓരോരുത്തരുടെ ജോലിയാണ്.